പൊങ്ങി വന്ന ഗ്യാസ് താന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്കിത് പിന്നെയും ഓപ്പൺ ചെയ്യാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതാ പിന്നെ പൊങ്ങി വരുന്നുണ്ട്. ഇതാ ഒരുപാട് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ചാൽ മതി. സൂക്ഷിക്കുക, ശരിക്കും അത് പൊങ്ങി വരുന്നതിന് മുമ്പ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം, അത് ഉറപ്പാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഡ്രൈഡ് ഈസ്റ്റ് ആണ്. സാധാരണ നമ്മുടെ അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധാരണ ഈസ്റ്റ്. നമുക്ക് ഒരു പിഞ്ച് ഈസ്റ്റ് നമുക്ക് എടുക്കാം. അല്പം ഈസ്റ്റ് മതി, ഇത്രത്തോളം ഒരു ഈസ്റ്റ് എടുക്കുക. അതിനുശേഷം കയ്യിൽ ഇതുപോലെ ഒരു പിഞ്ച് എടുത്ത ശേഷം കയ്യിലിങ്ങനെ എടുത്ത ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ആവശ്യമില്ല, ഇതുപോലെ ഒരല്പം മാത്രം എടുക്കുക. ഓക്കെ, കണ്ടല്ലോ, ഒരല്പം മാത്രം എടുക്കുക. അതിനുശേഷം നമുക്കിത് ഒന്നും കൂടി ക്ലോസ് ചെയ്ത് വെക്കാം, ശരിക്കും ക്ലോസ് ചെയ്ത് വെക്കാം. അതിനുശേഷം ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണം. അതായത് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഇതിൻ്റെ അകത്ത് ശരിക്കും ഒന്ന് മിക്സ് ആവണം. കുലുക്കി കഴിയുമ്പോൾ നമുക്കറിയാം ശരിക്കും പതഞ്ഞു വരും. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ച് ഓപ്പൺ ചെയ്യാൻ പാടില്ല. 2-3 മിനിറ്റ് ഇങ്ങനെ വെക്കണം. അതിനുശേഷം മാത്രം ഒന്നുകൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം. കാരണം ആ ഗ്യാസ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കളയാൻ വേണ്ടി, ആ കുലുക്കിയത് കൊണ്ട് മാത്രം ഒന്ന് കളയാൻ വേണ്ടി. അപ്പോൾ പിന്നെയും നമ്മൾ ആ ഗ്യാസ് കളഞ്ഞു. അതിനുശേഷം ഒന്നുകൂടി ക്ലോസ് ചെയ്ത് വെക്കാം. നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യം, ഇനി 24 മണിക്കൂർ ഇതിനെ ഒന്ന് സൂക്ഷിച്ച് വെക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കുക. എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് നമുക്ക് 20-24 ഡിഗ്രി എങ്കിലും ടെമ്പറേച്ചറുള്ള റൂമിൽ കൊണ്ടുപോയി വെക്കുക. പക്ഷെ അങ്ങനെ കൊണ്ടുപോയി വെക്കുമ്പോൾ ഇതുപോലെ ക്യാപ്പ് ക്ലോസ് ചെയ്ത് കൊണ്ടുപോയി വെക്കാൻ പാടില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഫെർമെൻറ്റേഷൻ നടക്കും. അപ്പോൾ ഗ്യാസ് ഓവറായിട്ട് ഉണ്ടാകും. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഓവറായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാപ്പോട് കൂടി കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിൽ പൊട്ടിപ്പോകും. പകരം നമുക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യം വെച്ചാൽ, സാധാരണ നമ്മുടെ ഒരു ബലൂൺ ഉണ്ടല്ലോ, സാധാരണ ബലൂൺ, ഈ ബലൂൺ ഉപയോഗിക്കുകയാണ് ഇതിന് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും ഈ ഒരു ബലൂണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ബലൂണ് ഇതുപോലെ ഈ ഒരു വാവട്ടത്തിൽ കൂടി നമുക്ക് ഇതിലേക്ക് വെക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് ഈ ബലൂൺ വീർക്കാൻ തുടങ്ങും ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പോൾ തന്നെ ചെറുതായിട്ട് വീർത്ത് വരുന്നുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ വീർത്ത് ഇപ്പോൾ ഇങ്ങനെ വീർത്ത് വലുതായിക്കോളും. ഒരു കാരണവശാലും ബോട്ടിലിന് ഒന്നും പറ്റില്ല. 24 മണിക്കൂറിന് നല്ല രീതിയിൽ ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ ആ ഫെർമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവനാണ് നമ്മുടെ ഈ ബലൂണിൻ്റെ അകത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ബലൂണിൻ്റെ അകത്തേക്ക് വരുന്നതുകൊണ്ട് ഈ ബോട്ടിലിന് ഒന്നും കുഴപ്പമുണ്ടാകത്തില്ല. ഒരുപാട് വീർത്ത് കഴിയുമ്പോൾ ബലൂൺ ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടുകയോ അതല്ലെങ്കിൽ ചെറിയ ഹോൾ വീഴുകയോ ഒക്കെ ചെയ്തുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വറിയിടാവേണ്ട ആവശ്യമില്ല. 24 മണിക്കൂർ നമുക്ക് ഈ ബലൂൺ വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇൻ കേസ് നമ്മൾ വെച്ച ഉടനെ തന്നെ ബലൂൺ പൊട്ടിപ്പോയാൽ മറ്റൊരു ബലൂൺ എടുത്ത് വെക്കുക.